വെൽക്കം ബാക്ക് ടു edu.com. എല്ലാ കൂട്ടുകാർക്കും 10ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ജിയോഗ്രഫിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ജിയോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും, സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ കഴിയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാം. ഇവിടെ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പിക്ചറുകൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ചിത്രം 1.1 ഇവിടെ ഒരുപാട് പിക്ചറുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണത്? മഴയുണ്ട്, മഞ്ഞുണ്ട് അല്ലേ, വെയിലുണ്ട്, മേഘങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഉടനീളം പഠിക്കുന്നത് ഇങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥയെക്കുറിച്ചും അതിൽ എന്തൊക്കെ പ്രതിഭാസങ്ങളാണുള്ളത് അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഡീപ്പായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അറിയാം, നമ്മുടെ ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണല്ലേ. അപ്പോൾ സൂര്യൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ അളവിനനുസൃതമായിട്ടാണ് അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ എല്ലാ ഘടകങ്ങൾക്കും വിധേയമാകുന്നത്. അതാണ് ഈ സൂര്യപ്രകാശമാണ് ഈ നമ്മുടെ ഭൂമിയിലുള്ള കാറ്റും മർദ്ദവും അതുപോലെ ഹ്യൂമിഡിറ്റിയൊക്കെ അതിനൊക്കെ സ്വാധീനം ചെലുത്തുന്ന ആൾ എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഈ ഒരു സൂര്യപ്രകാശമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സൂര്യപ്രകാശം നേരിട്ട് തട്ടുന്ന ഏരിയകൾ അല്ലെങ്കിൽ നന്നായിട്ട് തട്ടുന്ന ഏരിയകളിലൊക്കെ താപം കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അതുപോലെ താപനില, ആ ഏരിയയിലുള്ള താപനില ഉയരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുതന്നെയാണ് കുറഞ്ഞ സൂര്യപ്രകാശം തട്ടുന്ന ഏരിയകളിൽ കുറഞ്ഞ താപനിലയായിരിക്കും അനുഭവപ്പെടുക. തന്നെ അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ മർദ്ദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ താപനിലയിലെ വ്യത്യാസങ്ങൾ അന്തരീക്ഷ മർദ്ദത്തിലും മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇപ്പോൾ ചൂടുള്ള വായു അത് വികസിച്ചിട്ട് മുകളിലോട്ട് ഉയരുന്ന ആ ടൈമിൽ ആ ഒരു ഏരിയയിൽ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും, പൊതുവെ മർദ്ദം കുറവായിരിക്കും. അതുപോലെ തന്നെ തണുത്ത വായു താഴുകയും അവിടെ സാന്ദ്രതയുള്ളതുമായിട്ടുണ്ടെങ്കിൽ, കൂടുതൽ സാന്ദ്രത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഏരിയയിൽ അന്തരീക്ഷ മർദ്ദം കൂടുതലും ആയിരിക്കും. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ മർദ്ദത്തിനെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. കാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ വായുവിൻ്റെ ചലനമാണല്ലേ, തിരശ്ചീനമായിട്ടുള്ള ചലനത്തെയാണ് നമ്മൾ കാറ്റെന്ന് പറയുക. അപ്പോൾ ഉയർന്ന മർദ്ദമുള്ള പ്രദേശത്തു നിന്നും താഴ്ന്ന മർദ്ദമുള്ള പ്രദേശത്തേക്കാണ് കാറ്റ് വീശുന്നത് എപ്പോഴും. ഈ കാറ്റും ഇതേപോലെ തന്നെ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു സ്വാധീനത്തിൽ പെട്ടുകിടക്കുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് ആർദ്രതയുടെ കാര്യം, ഹ്യൂമിഡിറ്റി, ജലാംശത്തിൻ്റെ അളവ് അല്ലേ. അപ്പോൾ കാറ്റിൻ്റെ വേഗതയും ദിശയൊക്കെ ഈ ജലാംശത്തിൻ്റെ അളവിനെ, അന്തരീക്ഷത്തിലുള്ള ഈ ജലാംശത്തിൻ്റെ അളവിനെയും സ്വാധീനിക്കുന്നുണ്ട്. അതിൽ വ്യത്യാസം, ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാൻ കാരണം. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു പ്രഭാവമാണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഘടകങ്ങളെ, അതായത് അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത, ഈ ഒരു ഘടകങ്ങളെയാണ് നമ്മൾ ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്ന പേരിൽ പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ് മക്കളെ അന്തരീക്ഷ ഘടകങ്ങൾ? താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത. പേജ് നമ്പർ 8 നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ്, അല്ലെങ്കിൽ വെതർ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ട്. ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ, കുറഞ്ഞ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷമർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മളൊന്നുകൂടി പറയാം. ഒരു ചെറിയൊരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രദേശത്ത് കുറച്ച് കാലയളവിൽ, ചെറിയൊരു സമയത്തേക്ക് അപ്പോൾ എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നത്? കാറ്റുണ്ടെങ്കിൽ കാറ്റ്, അല്ലെങ്കിൽ മർദ്ദം ഉണ്ടെങ്കിൽ ആ ഒരു മർദ്ദം, അല്ലെങ്കിൽ ആർദ്രത, അതായത് ജലാംശത്തിൻ്റെ അളവ്, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ ഒരു ദിവസത്തിൽ എന്താണോ ഉള്ള അതിൻ്റെ ആ ഒരു അവസ്ഥ, ആ അവസ്ഥയാണ് നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു വെതർ എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ നമുക്കറിയാം അല്ലേ. ഇന്നിപ്പോൾ മഴയാണെങ്കിൽ ഇന്നത്തെ ഇത് എങ്ങനെയാണ്, ഒരു ആർദ്രമായിട്ടുള്ള ഒരു വർഷണം, അല്ലെങ്കിൽ ആ ഒരു മഴയാണ് ഇന്നത്തെ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വിളിക്കുന്നത്. വരെ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കാലാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ക്ലൈമറ്റ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കാലാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായിട്ട് അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരിയെയാണ് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രദേശം, ആ വലിയൊരു പ്രദേശത്ത് ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ദിവസത്തെയും സാഹചര്യങ്ങളുടെ ശരാശരി. ഓക്കെ, അപ്പോൾ ഒരുപാട് കാലമായിട്ടുണ്ടാവണം, കുറച്ച് കാലങ്ങളായിട്ടുണ്ടാവുകയാണെങ്കിൽ അത് നമ്മളവിടെ പറഞ്ഞു ദിനാന്തരീക്ഷ സ്ഥിതിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു വിശാലമായ ഭൂപ്രദേശത്ത് ഒരുപാട് കാലമായിട്ട് അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരിയെയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഏകദേശം 35 മുതൽ 40 വർഷം കാലത്തെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് ഒരു പ്രദേശത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഓരോ പ്രദേശത്ത് ഓരോ കാലാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ പ്രദേശത്ത് സസ്യജന്തുജാലങ്ങളിലും അതുപോലെ മനുഷ്യജീവിതത്തിലൊക്കെ വൈവിധ്യം ഉണ്ടാകുന്നത് കേട്ടോ.
കാലാവസ്ഥയുടെ സ്വാധീനം നമുക്ക് പല മേഖലയിൽ കാണാൻ കഴിയും. കാര്യം ആഹാരക്രമം, വസ്ത്രധാരണം, ഭവന നിർമ്മാണം, വീടൊക്കെ നിർമ്മാണം, പിന്നെ തൊഴിൽ, അതുപോലെ കാർഷികം, പിന്നെ വർണ്ണവർഗ വൈവിധ്യങ്ങൾ, അതുപോലെ സമുദ്ര സഞ്ചാരങ്ങൾ, ഗതാഗത വാർത്താ വിനിമയ സംവിധാനങ്ങൾ, അങ്ങനെയുള്ള പല മേഖലകളിലും കാലാവസ്ഥയുടെ സ്വാധീനം നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഓരോ അന്തരീക്ഷ ഘടകങ്ങളെയും കുറിച്ച് ഡീപ്പായിട്ട് നോക്കാൻ പോവുകയാണ്. ഫസ്റ്റായിട്ട് നമ്മൾ നോക്കുന്ന അന്തരീക്ഷ താപനിലയെക്കുറിച്ചാണ് കേട്ടോ. താപനില. അപ്പോൾ താപനില എങ്ങനെയാണ്, എന്താണ് താപനിലയിൽ അണ്ടറിൽ വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. നമുക്ക് ഭൂമിക്ക് ഊർജ്ജം ലഭിക്കുന്നത്, ഓരോ പ്രവർത്തനത്തിനുമുള്ള ഊർജ്ജം ലഭിക്കുന്നത്, ഓരോ ജീവജാലങ്ങൾക്കുമുള്ള ഊർജ്ജം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് നടക്കുന്നത്? സൂര്യനിൽ ഊർജ്ജം ഉണ്ടാകുന്നത് അണുസംയോജന പ്രക്രിയ എന്ന് പറയുന്നൊരു സംഭവമാണ്. അണുസംയോജനം. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ് സൂര്യനിൽ ഊർജ്ജം, അല്ലെങ്കിൽ നമ്മൾക്ക് ഊർജ്ജം എത്തുന്നത്. അപ്പോൾ എന്താണ് അണുസംയോജനം എന്ന് നമുക്ക് അപ്പുറത്തെ പേജിലുണ്ട്, അതൊന്ന് നോക്കാം. ന്യൂക്ലിയർ ഫ്യൂഷൻ, അതായത് അണുസംയോജനം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ന്യൂക്ലിയസുകൾ തമ്മിൽ കൂട്ടി ഇടിച്ചിട്ട് സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് അണുസംയോജനം എന്ന് പറഞ്ഞാൽ. രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം. ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ ആറ്റോമിക സംഖ്യയുള്ള മൂലകങ്ങളിലാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത്. ഇതിലൂടെ വൻതോതിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ സൂര്യനിലൊക്കെ നടക്കുന്നത് ഇത്തരത്തിലാണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം, ട്രിഷിയം പോലുള്ള ഐസോട്ടോപ്പുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ഹീലിയമായിട്ട് മാറും. എന്നിട്ട് ആ ഊർജ്ജം പുറത്ത് വിടും. അപ്പം വൻതോതിൽ നല്ല ഹൈ പവറിലുള്ള ഊർജ്ജം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അവിടെ പറയുന്നുണ്ട്, ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, ഡ്യൂട്ടീരിയവും ട്രിഷ്യവും തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ഒരു ന്യൂട്രോണും പിന്നെ ഊർജ്ജവും എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് വിടുന്നുണ്ട്. പിന്നെ ഹീലിയമായി മാറുന്നു, ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്, അണുസംയോജനത്തിൽ ചെയ്യുന്നത്. കൂട്ടിയിടിയിലൂടെ ഉണ്ടാകുന്ന ഊർജ്ജം ഹ്രസ്വതരംഗങ്ങളായിട്ട് വികിരണം ചെയ്യപ്പെടുന്നുണ്ട്. അതായത് സൂര്യനിൽ നിന്നുള്ള ഈ വികിരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, ഏകദേശം 200 ദശലക്ഷത്തിൽ ഒരു ഭാഗം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അത്രയും ഭാഗം മാത്രമാണ് നമ്മുടെ ഭൂമിയിലോട്ട് എത്തുന്നത്. സൂര്യൻ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണല്ലോ, അപ്പോൾ ഒരു ഭാഗം, അത്രയും ഭാഗം മാത്രമാണ് ഭൂമിയിൽ നമ്മുടെ ഭൗമോപരിതലത്തിലെത്തുന്നത്. ഭൗമോപരിതലത്തിലെത്തുന്ന സൗര്യകിരണത്തിൻ്റെ അളവിനെ ഇൻസൊലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, ഭൗമോപരിതലത്തിലെത്തുന്ന ഈ സൂര്യൻ്റെ ആ ഒരു കിരണത്തിൻ്റെ അളവിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻസൊലേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ സൂര്യനിൽ നിന്നുള്ള ഈ കിരണങ്ങൾ ഭൂമിയിലോട്ട് വരുമ്പോൾ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ അന്തരീക്ഷ വസ്തുക്കൾ ഉണ്ടാവില്ല. അന്തരീക്ഷ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഒരുപാട് ധൂമം, പൊടിപടലങ്ങളുണ്ടാവും, പിന്നെ ജലകണികകളുണ്ടാവും. അപ്പോൾ അതിലൊക്കെ തട്ടിയിട്ട് പ്രതിഫലിക്കും. അങ്ങനെ പ്രതിഫലിച്ചിട്ട് മേഘങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായതിനാൽ അന്തരീക്ഷത്തെ കാര്യമായി പിടിപ്പിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്രസ്വതരംഗങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഉയർന്ന ആവൃത്തി ഉണ്ടായിരിക്കും. ഈ ഹ്രസ്വതരംഗങ്ങൾക്ക് ഉയർന്ന ആവൃത്തി ഉണ്ടായിരിക്കും. അതുപോലെ കുറഞ്ഞ തരംഗദൈർഘ്യമായിരിക്കും ഈ ഹ്രസ്വതരംഗങ്ങൾക്ക് ഉണ്ടാവുക. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ളൊരു കഴിവ് ഉണ്ട്. അത്തരം തരംഗങ്ങൾക്ക് അങ്ങനെ കൂടുതലായിട്ട് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കാനൊന്നും കഴിയില്ല. ഈ വികിരണങ്ങൾ ഭൂമിയിലോട്ട് എത്തുമ്പോൾ ഭൗമോപരിതലം എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചൂട് പിടിക്കും. അപ്പോൾ ഈ താപന പ്രക്രിയയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലോട്ട് താപവ്യാപനം ഉണ്ടാകുന്നുണ്ട്. അതായത് ചൂട് മുകളിലോട്ട് ഇങ്ങനെ ഉയർന്നു പോകുന്നുണ്ട് എന്നർത്ഥം. എന്നിട്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് അങ്ങനെ ചൂട് വ്യാപിക്കുന്നതെന്ന് പറയുന്നുണ്ട്. 1 താപചാലനം, 2 സംവഹനം, 3 അഭിവഹനം, 4 വികിരണം. ഇങ്ങനെയാണ് താപവ്യാപന പ്രക്രിയകൾ വരുന്നത്. താപചാലനമാണ്. താപചാലനം എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കാണിച്ച പോലെ തന്നെ ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്നിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുകയാണ് ചെയ്യുന്നത്. 2 സംവഹനം, ചൂടായ വായു വികസിച്ച് മുകളിലോട്ട് ഉയരുന്നു. അഭിവഹനം എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. ഭൗമവികിരണം എന്ന് പറഞ്ഞാൽ ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്നും ശൂന്യാകാശത്തേക്ക് താപം മടങ്ങി പോകുന്നു. ഇങ്ങനെ വ്യത്യസ്ത താപന പ്രക്രിയകളിലൂടെയാണ് താപം വികിരണങ്ങൾ മുകളിലോട്ട് ഉയരുന്നത്. പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, താപചാലനം, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്നു.
സംവഹനം എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷവായു, ആ വായു ചൂട് പിടിച്ചിട്ട് വികസിച്ച് മുകളിലോട്ട് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. പിന്നെ മൂന്നാമത്തത് അഭിവഹനമാണ്, അഡ്വെക്ഷൻ എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിലേക്ക് താപം വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തത് വികിരണം, റേഡിയേഷനിൽ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായിട്ട് ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നു. അപ്പോൾ ഇത്രയും താപ വ്യാപന പ്രക്രിയകളാണ് അന്തരീക്ഷത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഹ്രസ്വതരംഗങ്ങളും ദീർഘതരംഗങ്ങളും എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് നോക്കിയാലോ. ഹ്രസ്വതരംഗങ്ങളും ദീർഘതരംഗങ്ങളും. ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ്. ആവൃത്തി കൂടുതലായതിനാൽ ഹ്രസ്വതരംഗങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാൻ കഴിയും. താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജ്ജവികിരണം നടക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ്. ഈ തരംഗങ്ങൾക്ക് ആവൃത്തി കുറവാണ്. അപ്പോൾ അന്തരീക്ഷ വസ്തുക്കളാൽ ആഗിരണം ചെയ്യപ്പെടുകയോ പ്രതിഫലിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭൂമിയിലോട്ട് സൂര്യൻ്റെ കിരണങ്ങൾ എത്തുമ്പോൾ അത് മുഴുവനായിട്ടും എത്തുന്നില്ല, കുറച്ച് ശതമാനം മാത്രമേ എത്തുന്നുള്ളൂ, അത് പിന്നീട് പൊടിപടലങ്ങളിൽ തട്ടിപ്പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ ഒരു ചിത്രരൂപേണ നിങ്ങളുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഭൂമിയുടെ താപ ബജറ്റ്, ഹീറ്റ് ബജറ്റ് എന്ന പേരിലാണ് അത് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സൂര്യനിൽ നിന്നുള്ള ആ ഒരു അതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. സപ്പോസ് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജ്ജം അത് 100 യൂണിറ്റായിട്ട് സങ്കല്പിക്കുക. ഫസ്റ്റ് ഒരു ടോട്ടൽ ഒരു 100 ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് 35 യൂണിറ്റ് ഊർജ്ജം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകും. 35 അത് പ്രതിഫലിച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ട്, 35 യൂണിറ്റ് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതിൽ 14 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷ വസ്തുക്കളിൽ ആഗിരണം ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നത് 14 യൂണിറ്റ്. അങ്ങനെ ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ 51 യൂണിറ്റ് ഊർജ്ജം. അതിൽ താപചാലനം, സംവഹനം തുടങ്ങിയ അങ്ങനെയുള്ള താപന പ്രക്രിയയിലൂടെ ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷത്തിലോട്ട് കൈമാറുന്നുണ്ട്. 17 യൂണിറ്റ് ഊർജ്ജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടും 48 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷത്തിൽ നിന്നും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജ്ജവും മടക്കി അയക്കുന്നു. അങ്ങനെ അങ്ങോട്ട് തിരിച്ച് പോകുന്നു എന്നാണ് പറയുന്നത്. ഭൂമിയിലോട്ടെത്തുന്ന ഊർജ്ജം അല്ലെങ്കിൽ താപം പുനഃവികിരണം ചെയ്യുന്നത് കൊണ്ടാണ് ഭൗമോപരിതലം ക്രമാതീതമായി ചൂട് കൂടാത്തതും കുറയാതെയൊക്കെ ഒരു സന്തുലിതമായി നിലനിൽക്കുന്നത് ഈ ഒരു അങ്ങോട്ട് തിരിച്ചുപോക്കും വരവും തിരിച്ചുപോക്കും ഒക്കെ കൊണ്ടാണ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഭൂമിയുടെ താപ ബജറ്റ്, ഹീറ്റ് ബജറ്റ് എന്നാണ് വിളിക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും ഇങ്ങനെ ദീർഘതരംഗങ്ങളായിട്ട് ഊർജ്ജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ ഭൗമവികിരണം എന്നാണ് അറിയപ്പെടുന്നത്. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നറിയപ്പെടും ഭൗമവികിരണം. ഭൗമവികിരണം എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായിട്ട് ഊർജ്ജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സ്. ഓക്കെ, ഇങ്ങനെ ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കും. ഇതിനെ ഹരിതഗൃഹ പ്രഭാവം എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ കിരണങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആഗിരണം ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ ചൂട് കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹരിതഗൃഹ പ്രഭാവം. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ, പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യൻ്റെ താപത്തെ ആഗിരണം ചെയ്യുകയും ഭൂമിയുടെ താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഈ വാതകങ്ങൾ ഒരു പുതപ്പ് പോലെ ഭൂമിയെ പൊതിഞ്ഞു പിടിച്ച് താപം പുറത്തേക്ക് പോകാതെ തടയുന്നു. ഇത് ഭൂമിയിലെ ജീവന് അനുയോജ്യമായ താപനില നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കാരണം ഈ വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കുമ്പോൾ ഹരിതഗൃഹ പ്രഭാവം ശക്തമാവുകയും ഗോളതാപനത്തിന് കാരണമാവുകയും ചെയ്യും. ആയിട്ട് ഇവിടെ ലാസ്റ്റ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് ഭൂമിയിൽ രാത്രി പകൽ ഒക്കെ ആ ഒരു സമയങ്ങളിൽ ചൂട് തണുപ്പ് എന്നിവ എങ്ങനെയാണ് ക്രമമായിട്ട് നിലനിർത്തുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്നത്
ചില സമയങ്ങളിൽ കൂടുതൽ കിട്ടും, ചില സമയങ്ങളിൽ കുറവായിരിക്കും. ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ കുറവായിരിക്കും, പിന്നീട് അങ്ങനെ കൂടി കൂടി വന്ന് പിന്നീട് വൈകുന്നേരം ആകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോഴേക്കും അത് കുറഞ്ഞ് കുറഞ്ഞ് വരും. അങ്ങനെ അപ്പോൾ അതിനനുസരിച്ച് തന്നെ സൂര്യനിൽ നിന്നുള്ള താപം, ചൂട് എന്ത് ചെയ്യും, അതിൻ്റെ അളവിലും എന്ത് ചെയ്യും, വേരിയേഷൻ ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു പാരഗ്രാഫായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂര്യോദയം മുതൽ ഭൂമുഖത്തേക്ക് പ്രവഹിക്കുന്ന സൗരവികിരണത്താൽ ഭൗമോപരിതല താപം ക്രമേണ ഉയരുകയും ഉച്ചയോടെ അത് പാരമ്യത്തിലെത്തുകയും ചെയ്യുന്നു. പാരമ്യത്തിലെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന പൊസിഷനിലെത്തുക എന്നാണ് കേട്ടോ. വിവിധ താപവ്യാപന പ്രക്രിയകളിലൂടെയാണ് അന്തരീക്ഷം ചൂടാകുന്നത് എന്നതിനാൽ അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം. അപ്പോൾ അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകുന്നതിന് ആ സമയം എടുക്കും. ഭൗമോപരിതലം ചൂടാകുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിനേക്കാളും കൂടുതൽ ടൈം ഇതിന് വേണം, അന്തരീക്ഷം ചൂടാവാൻ എടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിനാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായിട്ട് കാലാവസ്ഥ നിരീക്ഷകർ കണക്കാക്കുന്നത്. ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ അന്തരീക്ഷ താപനില എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്തുള്ള 2 മണിക്കുള്ള ചൂടാണ്. ഉച്ചതിരിഞ്ഞ് സൗരവികിരണത്തിൻ്റെ തീക്ഷ്ണത കുറയുന്നതും സമാന്തരമായുണ്ടാകുന്ന ഭൗമവികിരണവും മൂലം ഭൗമോപരിതല താപം ക്രമേണ കുറഞ്ഞു വരികയാണ്. അതുപോലെ രാത്രികാല ഭൗമവികിരണത്തിലൂടെ കൂടുതൽ ഊർജ്ജം നഷ്ടപ്പെട്ടിട്ട് ഭൗമോപരിതലവും അന്തരീക്ഷവും തണുക്കും. അതിനാൽ സൗര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള താപനില, അതായത് മോർണിംഗിലൊക്കെയുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായിട്ട് കണക്കാക്കുന്നത്.